നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡീലറായ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കരിയേഴ്സ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ഏറ്റവും താഴെയുള്ള ഒരു ടാബിലായിട്ട് കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിലവിലുള്ള ഒഴിവുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കറന്റ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്നൊരു സെക്ഷനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവാലുവേറ്റർ MTV, സെയിൽസ് എക്സിക്യൂട്ടീവ് MTV, സർവീസ് അഡ്വൈസർ, ടെലികോളർ, മാനേജ്മെന്റ് ട്രെയിനി HR, ടെലികോളർ CRC, മെക്കാനിക്സ്, അതുപോലെ സർവീസ് അഡ്വൈസേഴ്സ്, മെക്കാനിക്സ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിനും വേണ്ട യോഗ്യതകളും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ പോസ്റ്റ് ഇവാലുവേറ്റർ MTV എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകളെയാണ് ഇവർക്ക് ആവശ്യം. ഫ്രഷേഴ്സിനെയോ അല്ലെങ്കിൽ 1 മുതൽ 2 വർഷം വരെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാവുന്നതാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാടാണ് ഒഴിവുള്ളത്. അടുത്ത എന്തൊക്കെയാണ് ഇവിടെ ഡാറ്റ കളക്ഷൻ, അതുപോലെ ഇവാലുവേറ്റേഴ്സ് മാനേജ്മെന്റ്, ചാനൽ ഡെവലപ്മെന്റ്, ബിസിനസ് അക്യുമെന്റ് തുടങ്ങിയിട്ടുള്ള കോർഡിനേറ്റ് വിത്ത് CRC തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ജോബിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരിക. സാലറി 10,000 രൂപ മുതൽ 12,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവാലുവേറ്റർ MTV പറഞ്ഞ പോസ്റ്റാണ്. അപേക്ഷിക്കുന്നതിന് വേണ്ടി താഴെയുള്ള അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, പോസ്റ്റ് കോഡ്, സിറ്റി, കൺട്രി, സെൽഫോൺ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ യെസ് നൽകുക, ഇല്ലെങ്കിൽ നോ എന്ന് നൽകുക. വേർ ഡിഡ് യു കംപ്ലീറ്റ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ ടൈറ്റിൽ കൂടി ഇവിടെ നൽകുക. അതിനുശേഷം നിങ്ങളുടെ CV ഇവിടെ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പറയുന്ന ഡയലോഗ് ബോക്സ് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് ബോക്സ് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നമുക്ക് മറ്റു പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അടുത്ത സെയിൽസ് എക്സിക്യൂട്ടീവ് MTV എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിഗ്രിയോ അല്ലെങ്കിൽ ITIയോ പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനോ അല്ലെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാവുന്നതാണ്. പാലക്കാട് തന്നെയാണ് ഒഴിവുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റൻഡ് ദ കസ്റ്റമേഴ്സ്, മെയിൻറ്റെയിൻ എൻക്വയറി, ബുക്ക് ആൻഡ് കസ്റ്റമർ ഫോളോ ഔട്ട്, ഡെമോ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ്, ടേക്കിംഗ് ബുക്കിംഗ് വിത്ത് ഗുഡ് മാർജിൻ, മീറ്റ് ദ സെയിൽസ് ആൻഡ് ആക്സറി ടാർഗറ്റ്, ഫൈനാൻസ് കൺസൾട്ടേഷൻ തുടങ്ങിയിട്ടുള്ള ജോലികളാണ് നിങ്ങൾ നിർവഹിക്കേണ്ടി വരിക. സാലറി നിങ്ങൾക്ക് ലഭിക്കുക 10,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ ശമ്പളം ലഭിക്കുക. ഇതിനും അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ കണ്ട പോലെ ഒരു ഫോം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക, CV അപ്ലോഡ് ചെയ്യുക. അവസാനം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അടുത്ത സർവീസ് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം. BTech ഓർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമയോ BTech ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് 4 വീലർ ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സർവീസ് അഡ്വൈസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടെലികോളർ വേക്കൻസി ആണുള്ളത്. ടെലികോളർ ആ ഒരു പോസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം എനി ഡിഗ്രി എന്നാണ് ടെലികോളർ വേക്കൻസിക്ക് വേണ്ട യോഗ്യതയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ട്രിവാൻഡ്രം, കാലിക്കറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഒഴിവുകളുള്ളത്. സ്കിൽസ് റിക്വയർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ബേസിക് നോളജ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽ, കാൻഡിഡേറ്റ്സ് വിത്ത് ടെലികോളിംഗ് എക്സ്പീരിയൻസ് പ്രിഫേർഡ് ആൻഡ് ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു യോഗ്യത മാത്രമാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഒഴിവിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കാം. അടുത്ത മാനേജ്മെന്റ് ട്രെയിനി HR എന്ന് പറയുന്ന ഒരു വേക്കൻസിയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ വരുന്നതായിരിക്കും. കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിൻ, ഇവരുടെ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് ഒഴിവുള്ളത്. അപ്പോൾ കൊച്ചിനിലുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒഴിവുകളുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MHRM ഹ്യൂമൻ റിസോഴ്സസിൽ കഴിഞ്ഞ ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മാനേജ്മെന്റ് ട്രെയിനി HR
ഫ്രഷർ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം നൽകിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ വായിച്ച് നോക്കുക. എന്തായാലും ഇവിടെ നമുക്കറിയാം MBA അല്ലെങ്കിൽ MSW MHRM കഴിഞ്ഞ ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. കൊച്ചിനിലാണ് ഒഴിവുള്ളത്, അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഒഴിവുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനിയാണ് നമ്മൾ പരിശോധിച്ച് തൊട്ട് താഴെ വീണ്ടും ടെലികോളർ വേക്കൻസി ഇവിടെ കാണാം. ടെലികോളർ CRC എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒഴിവ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. +2 ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ടെലികോളർ CRC എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. നോളജ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് കമ്പൾസറി എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിയണം, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രാവീണ്യമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത. +2 ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. കസ്റ്റമേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. കോൾസ് ആർ മെയ്ഡ് ഇൻ മലയാളം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബട്ട് ഫീഡ്ബാക്ക് നീഡ്സ് ടു ബി ക്യാപ്ചർഡ് ഇൻ ഇംഗ്ലീഷ് ഓൺലി. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക്, അപ്പോൾ അതിനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള അവർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാലറി ഇവിടെ നൽകിയിട്ടുണ്ട് 8500 രൂപ മുതൽ 13000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന തുടക്കത്തിൽ ലഭിക്കുന്ന സാലറി. ഇൻസെൻറ്റീവ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസും എക്സൽ നോളജിൻ ഈസ് ആൻ അതായത് എക്സൽ നോളജ്, എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുന്നെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞത്. അതായത് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് അറിഞ്ഞിരിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നോളജ് കമ്പൾസറി ആണ്. +2 ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം, ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പത്രത്തിലാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഇനി അടുത്തൊരു പോസ്റ്റിൻ്റെ ടെലികോളർ പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചതിന് തൊട്ട് താഴെയായിട്ട് മെക്കാനിക്സ് എന്ന് പറയുന്നൊരു കാറ്റഗറിയോടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആവശ്യം. ഓൾ കേരള ആയിട്ടാണ് നിലവിൽ കേരളം മൊത്തത്തിൽ അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കേരളത്തിലെ വിവിധ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്കാണ് ആളുകളെ ആവശ്യം. IT അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലിലോ ഓട്ടോമൊബൈലിലോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന മെക്കാനിക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിരവധി ഒഴിവുകളുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫ്രഷേഴ്സിനെയും കൺസിഡർ ചെയ്യുമെന്നിവിടെ നൽകിയത്. അപ്പോൾ എന്തായാലും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ITI അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലിലോ ഓട്ടോമൊബൈലിലോ ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെക്കാനിക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്ന നിരവധി ഒഴിവുകളാണ്. കേരളം മുഴുവൻ കേരളത്തിലുള്ള ഇവരുടെ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിൻ്റെ നിരവധി ബ്രാഞ്ചുകളിലേക്കാണ് അവർക്ക് ആളുകളെ ആവശ്യമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത മെക്കാനിക്കുകളുടെ ഒഴിവുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. തൊട്ട് താഴെയായിട്ട് സർവീസ് അഡ്വൈസേഴ്സ് പറഞ്ഞ മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സർവീസ് അഡ്വൈസറിൻ്റെ കാര്യം പരിശോധിച്ചിരുന്നു. ഇത് പക്ഷേ തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലേക്കാണ് ആളുകളെ ആവശ്യം. ITO അല്ലെങ്കിൽ ഡിപ്ലോമയോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ആളുകൾക്ക് ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിലും ITI അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ ITI അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് നിലവിൽ ഒഴിവുകളുള്ളത്. അവർക്കും അപേക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ സർവീസ് അഡ്വൈസറാണ് പരിശോധിച്ചത്. വീണ്ടും മെക്കാനിക് ഒഴിവുകളെ കുറിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ ഓൾ കേരള ആയിരുന്നു, ഇതും ഓൾ കേരള റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലിലോ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിലോ ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾ അപേക്ഷിക്കാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയല്ല ഇതിൽ ഫ്രഷേഴ്സിനെ എടുക്കുമെന്ന് ഇതിൽ നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന മെക്കാനിക് ഒഴിവുകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യം. അപ്പോൾ അത്തരത്തിൽ നിരവധി ഒഴിവുകളിലേക്കാണ് നിലവിൽ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ വന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. നമുക്കറിയാം അപേക്ഷിക്കണമെങ്കിൽ ഏത് പോസ്റ്റ് ആയാലും അത്തരത്തിൽ ആ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ഈ പറയുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഫോമിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ക്വാളിഫിക്കേഷൻസ് എല്ലാം നൽകിയതിന് ശേഷം CV അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുകൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴത്തുള്ള ഈ ഒരു ഡയലോഗ് ബോക്സ് കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്കും ഇത്തരത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അത്തരത്തിൽ നിരവധി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 9ഓളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർവീസ് അഡ്വൈസർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ മെക്കാനിക് പോസ്റ്റുകളിലേക്കും വിവിധ സ്ഥലങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടെലികോളർ പോസ്റ്റിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രെയിനി, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇവാലുവേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും IT അതുപോലെ തന്നെ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകളാണ് നിലവിൽ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്പനിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ, ഈ ഒരു പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇവിടെ ITI ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ, MBA-കാർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ
ആ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഒരു ടാബിലായിട്ട് നിങ്ങൾക്ക് കരിയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കാണുവാൻ കഴിയും. അവിടെ നിന്നും അപ്ലൈ ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ കരിയർ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.